മാസങ്ങൾ നീണ്ട പശ്ചിമേഷ്യൻ യുദ്ധത്തിന് അറുതിയുണ്ടാകുമോ എന്നാണ് എല്ലാവരും ഉറ്റുനോക്കുന്നത്. അതിനിടെയാണ് ഗാസയിലെ വെടിനിർത്തൽ സംബന്ധിച്ച നിർണായക ചർച്ചകൾ വ്യാഴാഴ്ച ഖത്തറിൽ ആരംഭിച്ചത്. ചർച്ചയിൽ നിന്ന് വിട്ടുനിൽക്കുമെന്നാണ് ഹമാസ് പറയുന്നത്. എന്നാൽ മധ്യസ്ഥരുമായ ഹമാസ് പിന്നീട് കൂടിക്കാഴ്ച നടത്തിയേക്കുമെന്നും ഹമാസ് അറിയിച്ചു. ചർച്ചകൾ മുൻ നിശ്ചയിച്ച പ്രകാരം മുന്നോട്ടു പോകുന്നുണ്ടെന്നും വെടിനിർത്തൽ കരാർ ഇപ്പോഴും സാധ്യമാണെന്നും US പറഞ്ഞു. വലിയൊരു യുദ്ധം ഒഴിവാക്കാൻ ചർച്ചകളിൽ അടിയന്തരമായ പുരോഗതി ആവശ്യമാണെന്നാണ് US വ്യക്തമാക്കുന്നത്. ചർച്ചയിൽ ഇസ്രായേലിന്റെ ഭാഗത്തുനിന്ന് സർക്കാർ വക്താവ് ബിൽ ബേൺസും US മിഡിൽ ഈസ്റ്റ് പ്രതിനിധി ബ്രൈറ്റ് മക്ബൂർക്കും പങ്കെടുക്കുന്നുണ്ട്. ഹമാസ് നേതാവ് യഹ്യ സിൻവറാണ് സമാധാന ചർച്ചകൾക്ക് പ്രധാന തടസ്സമെന്നാണ് ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു ഇപ്പോഴും ആവർത്തിക്കുന്നത്. ചർച്ചാ നടപടികൾ പുരോഗമിക്കുന്നതിനിടെ ഗാസയിൽ ഇസ്രായേൽ നടത്തിയ റോക്കറ്റ് ആക്രമണത്തിൽ 5 കുട്ടികളും മാതാപിതാക്കളും ഉൾപ്പെടെ 17 പേർ മരിച്ചതായുള്ള വാർത്തകളും പുറത്തു വരുന്നുണ്ട്. ആക്രമണത്തിൽ ഇരട്ടക്കുട്ടികളെ നഷ്ടമായ മുഹമ്മദ് അബു അൽ ഗുംസാൻ എന്ന 31കാരൻ ലോകത്തിന്റെ ദുഃഖമായ മാധ്യമങ്ങളിൽ നിറയുകയാണ്. 4 ദിവസം മുൻപാണ് അസർ, ഐസൽ എന്നീ ഇരട്ടക്കുട്ടികൾ പിറന്നത്. അതിന്റെ സന്തോഷത്തിലായിരുന്നു ഗുംസാനും കുടുംബവും. കുഞ്ഞുങ്ങളുടെ ജനന സർട്ടിഫിക്കറ്റ് വാങ്ങാനെത്തിയപ്പോഴാണ് അയൽപ്പക്കത്തു നിന്ന് ഫോൺ വിളിയെത്തിയത്. ഇസ്രായേലിന്റെ വ്യോമാക്രമണത്തിൽ ഭാര്യയും ഇരട്ടക്കുട്ടികളും ഭാര്യ മാതാവും കൊല്ലപ്പെട്ടെന്നായിരുന്നു ഫോൺ സന്ദേശം. ഫോൺ കോൾ വരുമ്പോൾ ആ യുവാവിന്റെ കൈകളിൽ ആ ജനന സർട്ടിഫിക്കറ്റുകൾ ഉണ്ടായിരുന്നു. ചൊവ്വാഴ്ച ഹമാസ് നടത്തിയ റോക്കറ്റ് ആക്രമണത്തിന് മറുപടിയാണ് ബുധനാഴ്ച ആക്രമണം നടത്തിയതെന്നാണ് ഇസ്രായേൽ പറയുന്നത്. എന്നാൽ ദോഹയിൽ നടക്കുന്ന ചർച്ചയിലൂടെ വെടിനിർത്തലിലേക്ക് എത്താൻ കഴിയുമെന്ന് പ്രതീക്ഷിക്കുന്നതായും ജൂലൈ 2 ഐക്യരാഷ്ട്ര സംഘടന അംഗീകരിച്ച പദ്ധതി നടപ്പാക്കാനുള്ള നടപടികളാണ് വേണ്ടതെന്നും ഹമാസും പറയുന്നു. വിഷയത്തിൽ ബ്രിട്ടൻ ഇടപെട്ടിട്ടുണ്ട്. ഗാസയിലെ വെടിനിർത്തൽ കരാറുമായി ബന്ധപ്പെട്ട മധ്യസ്ഥ രാജ്യങ്ങളുടെ ശ്രമങ്ങൾക്ക് ബ്രിട്ടൻ വിദേശകാര്യ സെക്രട്ടറി ഡേവിഡ് ലാമി പിന്തുണ പ്രഖ്യാപിച്ചിട്ടുണ്ട്. ഇനി കാലതാമസം വേണ്ട, ഇസ്രായേൽ പലസ്തീൻ സംഘർഷം ഇപ്പോൾ തന്നെ അവസാനിപ്പിക്കണം എന്നാണ് മധ്യസ്ഥ രാജ്യങ്ങൾക്ക് പിന്തുണ നൽകിക്കൊണ്ട് ഡേവിഡ് ലാമി പറഞ്ഞത്. വെടിനിർത്തൽ കരാറിന് പുറമെ ബന്ദികളെ മോചിപ്പിക്കാനുള്ള നീക്കത്തിനും ആഹ്വാനം ചെയ്ത ഈജിപ്ത്, ഖത്തർ, US എന്നീ രാജ്യങ്ങളുടെ നടപടിയെ ബ്രിട്ടൻ പൂർണ്ണമായും അംഗീകരിക്കുന്നതായും ലാമി വ്യക്തമാക്കി. ഹമാസ് തടവിലാക്കിയിരിക്കുന്ന ഇസ്രായേലി ബന്ദികളെ മോചിപ്പിക്കണമെന്നും ഗാസയിലേക്ക് അടിയന്തരമായ സഹായം എത്തിക്കാനുള്ള നടപടികൾ സ്വീകരിക്കണമെന്നും ഡേവിഡ് ലാമി ചൂണ്ടിക്കാട്ടി. മധ്യസ്ഥ രാജ്യങ്ങളുടെ നീക്കത്തെ UK പിന്തുണയ്ക്കുന്നത് പലസ്തീനികളുടെയും ഹമാസ് അടക്കമുള്ള ഗ്രൂപ്പുകളുടെയും താൽപര്യങ്ങളെ മുൻനിർത്തിയാണെന്നും ഡേവിഡ് ലാൻഡ് പറയുന്നു.